ഇതെന്താണെന്ന് മനസ്സിലായോ? ഇപ്പോൾ നമ്മുടെ കുട്ടികളോട് ചോദിക്കാമെങ്കിൽ അവർ പറയും ഇത് കൊറോണ ഫ്രൂട്ടാന്ന് പറയും. പക്ഷേ ഇത് കൊറോണ ഫ്രൂട്ടല്ല, നമ്മുടെ സ്വന്തം റംബുട്ടാനാണ്. നമുക്ക് ഈ റംബുട്ടാനും കൊണ്ടേ നല്ല സ്പെഷ്യൽ ഒരു ഐറ്റം ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ റംബുട്ടാൻ്റെ തോടൊന്ന് പൊളിച്ചെടുക്കണം. പിന്നെ ഈ റംബുട്ടാൻ ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അടുത്ത വീഡിയോയിൽ നമുക്ക് ചെയ്യാം. നേരെ വീഡിയോയിലേക്ക് പോയാലോ? തനി നാടൻ പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നാടൻ ഭക്ഷണശാലയിൽ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ഐറ്റമായ അച്ചാറാണ്. അതിന് വേണ്ടുന്നത് നമ്മുടെ റംബുത്താനാണ്. റംബുത്താൻ അച്ചാർ ഇതുവരെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല. പക്ഷെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കി നോക്കിയിട്ട് നല്ല ടേസ്റ്റ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പം നമുക്ക് ഈ ചാനലിലൂടെ ഇത് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ് നമ്മളിന്ന് ഈ ഒരു അച്ചാർ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് മെയിനായിട്ട് വേണ്ടുന്നത് നമ്മുടെ റംബുത്താൻ തന്നെയാണ്. റംബുത്താൻ ഏകദേശം ഇപ്പോൾ ഒരു 1/4 കിലോളം ഉണ്ട്. പിന്നെ നമുക്ക് കരിവേപ്പില, അതാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് നമുക്ക് മണം ഫീൽ ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ അത് കാരണം നമ്മുടെ ശരീരത്തിനുമൊക്കെ വേണ്ടുന്ന ഒരു സാധനമായിട്ട്. പിന്നെ അതിലേക്ക് വേണ്ടുന്നത് കടുക്, ഉപ്പ്. ഈ സ്പൂണിന് ഒരു ചെറിയ സ്പൂണാണ്, അതിന് 1 സ്പൂണ് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, 1 സ്പൂണ് ഇഞ്ചിയുടെ പേസ്റ്റ്. പിന്നെ നമുക്ക് ഒരു ചെറിയ സ്പൂണിലേക്ക് ഉലുവ വേണം. ഇഞ്ചിയുടെ പേസ്റ്റ് ഓൾറെഡി പറഞ്ഞെന്ന് തോന്നുന്നു. ഇഞ്ചിയുടെ പേസ്റ്റ്, മഞ്ഞൾ പൊടി. പിന്നെ ഈ ഒരു വലിയ സ്പൂണ് 2 സ്പൂണ് മുളക് പൊടി, പിരിൻമുളകാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അത് നമ്മുടെ ഇഷ്ടാനുസരണം എടുക്കാം. എന്ന് പറഞ്ഞാൽ എരിവ് കൂടുതൽ വേണ്ടുന്ന ആൾക്കാരുണ്ടാവാം. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ അല്പം കൂടുതൽ സാധാരണ നമ്മുടെ മുളക് പൊടിയും കൂടെ ആഡ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടുന്നത് നമ്മുടെ എണ്ണയാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഉപയോഗിക്കുന്നത് idhayam നല്ലെണ്ണയാണ്. നല്ലെണ്ണയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ കേടുകൂടാതെ ഇരിക്കും, ടേസ്റ്റ് കൂടും. അപ്പം നമുക്ക് പാചകത്തിലേക്ക് കിടക്കാം. ഇനി നമുക്ക് ഇത് പാചകം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തീ കത്തിക്കാം. ഒരു പാൻ അടുപ്പിലേക്ക് വയ്ക്കാം. ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ചട്ടി ചൂടായി വരുന്നുണ്ട്. എണ്ണയ്ക്ക് അളവില്ല, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ഒഴിക്കുക. എന്ന് പറഞ്ഞാൽ നല്ലെണ്ണയാണ് നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. ഇത്തിരി കൂടിയാലും കുഴപ്പമില്ല. എന്ന് പറഞ്ഞാൽ പൂപ്പിൽ ഉണ്ടാവാതെ ഇരിക്കുവേ. അപ്പം ഈ എണ്ണയിൽ കുപ്പിയിലെ എണ്ണ തീർന്ന് നമുക്ക് വേറൊരു കുപ്പിയിലെ എണ്ണയും കൂടെ എടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടുകും ഉലുവയും ആദ്യമേന്ന് ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് ഉലുവയാണ് ഇടുന്നത്. ഒരു ചെറിയ സ്പൂണിൽ ഉലുവയാണ്. ഇത്തിരി കൂടെ ചൂടാവാനുണ്ടായിരുന്നു. ഓക്കെ, കടുക് മൂക്കാൻ തുടങ്ങി. നമുക്ക് ഉലുവ ചൂടായി, കടുക് ഇട്ട് കൊടുക്കാവേ. കടുകൊക്കെ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തീ ഇച്ചിരി അല്പം കുറച്ച് വെച്ചിട്ട് സിമ്മിലേക്ക് ആക്കുക. അതിനുശേഷം നമുക്ക് വെളുത്തുള്ളി പേസ്റ്റും ഇഞ്ചി പേസ്റ്റും ഇട്ട് കൊടുക്കാം. പഴുത്തി പൊട്ടിത്തെറിക്കാനൊക്കെ തുടങ്ങും. നമുക്ക് ഒരടപ്പ് വെച്ചിട്ട് ചെറുതായി മൂടി വയ്ക്കാം.
ഇങ്ങനെ വെക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കൊച്ചു പിള്ളേരൊക്കെ പാചകം ചെയ്യാൻ പുതുതായി പാചകം ചെയ്യുന്ന കുഞ്ഞുങ്ങളുടെ ദേഹത്തൊക്കെ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിച്ചു തരുന്നത്. വലിയവർക്ക് അതൊരു പ്രശ്നമല്ല. അപ്പോൾ കൊച്ചു കുട്ടികൾക്ക് അറിവിലേക്കാണ് അതങ്ങനെ ചെറുതായിട്ട് അടച്ചു വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം. ജസ്റ്റ് നമ്മുടെ ഇട്ട സാധനങ്ങളൊക്കെ മൂക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പൊട്ടിത്തെറിക്കുന്നത് ചെറുതായിട്ട് കുറഞ്ഞു വരുന്നുണ്ട്. തീ അല്പം നമുക്ക് കൂട്ടി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. മുളക് പൊടി ടീസ്പൂൺ ഞാൻ കാണിച്ചിരുന്നല്ലോ. അപ്പോൾ അതിന് 1.5 ടീസ്പൂൺ മുളക് പൊടിയാണ്. തീ കുറച്ച് വയ്ക്കണം, അല്ലെങ്കിൽ നമ്മുടെ മുളക് കൂടുതൽ മൂത്ത് പോകും, കളർ നമ്മുടെ നഷ്ടപ്പെടും, അച്ചാറിന് കളറില്ലാതെ ആവും. ഇതിലേക്ക് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. മുളക് പൊടി മൂത്തിട്ടുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ആദ്യമേ നമ്മൾ കടുക് വറുക്കുമ്പോൾ തന്നെ കറിവേപ്പില ഇട്ടാൽ നല്ലതായിട്ട് അങ്ങ് മൂത്ത് പോകും. അപ്പോൾ അതിൻ്റെ ഭംഗി കാണാനായിട്ട് പറ്റില്ല. അപ്പോൾ അത് കാരണം മുളക് പൊടി മൂത്തതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ മധുരമുള്ളത് കൊണ്ട് നമുക്ക് വിനെഗർ വേണം. അപ്പോൾ വിനെഗർ അതിനാവശ്യത്തിന് ഒരു 3-4 സ്പൂണ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന റംബുട്ടാൻ ആഡ് ചെയ്യാം. ഇതൊരു 2-3 മിനിറ്റ് ഒന്ന് വേകാനായിട്ട് നമുക്ക് വയ്ക്കാം. അപ്പോഴത്തേക്ക് അതിൽ ഉപ്പും എരിവൊക്കെ ഒന്ന് ചെറുതായിട്ട് പിടിക്കാൻ തുടങ്ങും. അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കായപ്പൊടി ഇട്ട് കൊടുക്കാം. കായപ്പൊടിയും ഉലുവയും ഒക്കെയാണ് ഇതിന് ടേസ്റ്റ് കൂട്ടുന്ന സാധനങ്ങൾ. അപ്പോൾ അത് കാരണം മറക്കാതെ തന്നെ എല്ലാവരും ഇതൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ റംബുട്ടാൻ അച്ചാർ റെഡി ആയി കഴിഞ്ഞു. നമുക്ക് തീ ഓഫ് ചെയ്യാം. ടേസ്റ്റ് ഇത്തിരി കൂടെ കൂടാനായിട്ട് നമുക്ക് അല്പം പഞ്ചസാര ആഡ് ചെയ്യാം. ഒരുപാട് പഞ്ചസാര ഇടരുത്. റംബുട്ടാൻ ഓൾറെഡി മധുരമുണ്ട്. പക്ഷെ നമ്മൾ അച്ചാറൊക്കെ ഉണ്ടാക്കുമ്പോൾ ലേശം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് ഇതിന് ടേസ്റ്റ് കൂടും. ഒരു 1/4 സ്പൂൺ പഞ്ചസാരയാണ് ആഡ് ചെയ്തേക്കുന്നത്. നമ്മുടെ അച്ചാർ റെഡിയായി.
നമുക്കൊരു കരിയാപ്പിലയൊക്കെ വെച്ചിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാം. അച്ചാർ റെഡി. അപ്പോൾ ഞങ്ങൾ 2 ദിവസം മുമ്പ് 3 ദിവസം മുമ്പ് ഒരു അച്ചാർ ഇട്ടിരുന്നു, റംബുട്ടാൻ അച്ചാർ. അത് ഞാൻ നിങ്ങൾക്കായിട്ടൊന്ന് കാണിച്ചു തരാം. ഇത് ഒരു 4 ദിവസം മുന്നേ ഇട്ടതാണ്. അപ്പോൾ ഇതിൽ ഉപ്പും മുളകും എല്ലാം പിടിച്ച് നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവർക്കും വളരെ ഇഷ്ടമായി. എല്ലാവരും ഇത് ഉണ്ടാക്കി കൊടുക്കണമെന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നല്ലൊരു അച്ചാറാണ്. നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. ഇത് എല്ലാവരോടും പറയണം. ഓക്കെ, ബൈ. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ. നെക്സ്റ്റ് വീഡിയോ കാണാൻ കൂടെയുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക.